ഇത് കുറെ മെഡിസിൻസ് എഴുതിയിട്ടുണ്ടല്ലോ. പാവ അച്ഛൻ ഇതെല്ലാം കൂടി കഴിച്ച് ഉള്ള ആരോഗ്യം കൂടി പോവും. താനോടേക്ക് ഞാൻ ഫാർമസിയുടെ ബില്ലിംഗ് സെക്ഷൻ എവിടെ നോക്കട്ടെ. സോറി സോറി. അർച്ചന, താനെന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? അത് ഒരാള്. ആര്? ആരാന്നറിയില്ല. അതെ, താൻ വാ, ഫാർമസി അപ്പുറത്തെ ബ്ലോക്കില. വാ. അർച്ചന, ചേച്ചി, അങ്കിളിന് എങ്ങനെയുണ്ട്? ഉയര് ബാക്കിയുണ്ട്, ചത്തിട്ടില്ല. എന്താ ഒരു മനസ്താപം, അതും ഈ ഒരു സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്തൊരു ഭാവം. ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോ മുതല് അച്ഛനായില്ലേ നമ്മളെ സ്നേഹിച്ചത്. അതുകൊണ്ട് എടി, നിന്റെ സ്വന്തം അച്ഛൻ പണ്ടേ മരിച്ചു. അന്ന് നിന്റെ മുഖത്തില്ലാത്ത ഒന്നും ഇപ്പൊ ഇവിടെ ആവശ്യമില്ല. അച്ഛന്റെ സ്നേഹം കാണിക്കുന്നെങ്കിൽ അത് നമ്മുടെ വേരറുത്തതിന്റെ പാരിതോഷികമാ. അതിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഉണ്ടാവില്ല. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ എനിക്ക് കൂടുതൽ പേടി. എന്റെ ചേച്ചിയുടെ സംസാര രീതി പോലും മാറിപ്പോയി. നേരത്തെ മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പുറത്ത് കാണിക്കില്ലായിരുന്നു. അതായിരുന്നു ഏക ആശ്വാസം. ഇപ്പൊ ഒരു വില്ലത്തിയുടെ രൂപത്തിലേക്ക് ചേച്ചി മുഴുവനായി മാറിക്കഴിഞ്ഞു. അത് ഞാൻ മനഃപൂർവ്വമായിട്ട് മാറിയതൊന്നുമല്ല. കാണാൻ മറയത്തിരുന്നൊരുത്തൻ എഴുതുന്നു, വേറൊരുത്തൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. തലയിലെഴുത്തും കർമ്മവും നിശ്ചയിക്കുന്നവരെല്ലാം ഒരൊറ്റ പേരിൽ വിളിക്കാൻ എനിക്കിഷ്ടം: ഈശ്വരൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം അതെല്ലാം ഈശ്വരനല്ല. അവരാണ് എന്റെ നിന്റെ ഓരോ ചുവട് നിശ്ചയിക്കുന്നത്. അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ വില്ലത്തിയുടെ പരിവേഷമാണ് നല്ലത്. കഥയുടെ അന്ത്യം വരെ റോളുണ്ടാവും. പരിധികളില്ലാത്ത പാപം ചെയ്യാൻ എപ്പോഴും വില്ലത്തിമാർക്കേ സ്വാതന്ത്ര്യം ഉണ്ടാവും, അതേത് കഥയിലാണെങ്കിലും. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഏത് ചരിത്രം എടുത്താലും ഇതിഹാസം എടുത്താലും ധാരണ അന്ത്യമാണ് എല്ലാ വില്ലത്തിമാരുടെ അവസാനം. അത് മറക്കാതിരുന്നാ മതി. അതാണ് ഈ കഥയുടെ പ്രത്യേകത. കാണുന്നവരൊന്നും പ്രതീക്ഷിക്കാത്ത, ഊഹിക്കാൻ പോലും കഴിയാത്ത വഴിത്തിരിവുകളാണ് ഇതിൽ മുഴുവൻ. ഉദാഹരണത്തിന്, എല്ലാരും ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് സന്ദീപിന്റെ ആതിരയുടെയും വിവാഹമല്ലേ? പക്ഷെ നടക്കുന്നതോ അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തോറ്റു നിൽക്കുന്ന നായികേക്കാൾ അന്തസ്സുണ്ട് മാർഗം നോക്കാതെ ലക്ഷ്യം നേടുന്ന വില്ലത്തിക്ക്. ഞാൻ എന്ത് ചെയ്താലും അത് നിനക്ക് വേണ്ടിയാ. ആ ബോധം എന്നേക്കാൾ കൂടുതൽ നിനക്കുണ്ടാവണം. നമ്മുടെ ശരീരത്തിലോടുന്ന രക്തം ഒന്നാണെന്ന് നീ മറക്കാത്ത കാലം വരെ നീ എന്റെ അനിയത്തിയാ. നിന്റെ ഒരേ ഒരാഗ്രഹമായ സന്ദീപിനെ കിട്ടിക്കഴിയുമ്പോ ഭർത്തൃ കുടുംബക്കാരോട് ചേർന്ന് നീ എന്റെ നേരെ തിരിഞ്ഞാ നമ്മുടെ അമ്മ ഒരു മകൾക്കേ ജന്മം നൽകിയിട്ടുള്ളൂ എന്ന് ഞാനങ്ങ് കരുതും. അത് പക്ഷേ നീയായിരിക്കില്ല. എന്റെ ശത്രുക്കളുടെ പട്ടികയിൽ ഒരിക്കലും നിന്റെ പേരുണ്ടാവരുത്. രക്ഷിക്കുന്ന കൈകൾ കൊണ്ട് തന്നെ ശിക്ഷ വാങ്ങരുത്.
ഞാനീ പറഞ്ഞതൊക്കെ വേദവാക്യം പോലെ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. അമ്പിളി, അമ്പിളി. എന്താ മാഡം? നീ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് പൊക്കോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാ മതി. അല്ല, എനിക്ക് പോയിട്ട് അത്യാവശ്യമൊന്നുമില്ല. ഞാനിവിടെ നിന്നോളാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നീ കേൾക്കാത്തതുകൊണ്ടാണോ? നിന്റെ ആവശ്യം തൽക്കാലം 2 ദിവസത്തേക്ക് ഇവിടെ ആവശ്യമില്ല. ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞ അതനുസരിച്ചോളാം. മനസ്സിലായോ? ശരി മാഡം. ആ, സെക്യൂരിറ്റിയോടും പറഞ്ഞേക്ക് തൽക്കാലം കാവലിന്റെ ആവശ്യമില്ലാന്ന്. ശരി. നീ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, നിന്റെ വളർത്തച്ഛൻ്റെ അടുത്തേക്ക്. പുറത്തുനിന്ന് ആര് വന്നാലും എന്നെ ആ നിമിഷം അറിയിക്കണം. അതിനാ നിന്നെ ഞാൻ അങ്ങോട്ട് വിടുന്നേ. മനസ്സിലായോ? നന്ദേട്ടാ, നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ, നന്ദേട്ടാ നിക്ക്. നന്ദേട്ടാ നിക്ക്. എന്താ ഉണ്ടായത്? എന്തിനാ അച്ഛൻ നന്ദേട്ടനെ തല്ലിയത്? നന്ദേട്ടാ, 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 നന്ദേട്ടാ. അച്ഛാ, 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 സച്ചി, എടാ സന്ദീപേ, മോളെ സ്നേഹേ. നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അതിവിദഗ്ധമായി എന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് ആരുടെയും കണ്ണിൽ പെടാതെ ഇവിടെ ഈ നെല്ലിശ്ശേരി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വന്ന് കയറാൻ കാണിച്ച ഈ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അയ്യോ, എന്തു പറ്റി?
അല്ലറ ചില്ലറ ഇഞ്ചുറി ഒക്കെ ഉണ്ടല്ലോ. എന്റെ അച്ഛനും സഹോദരങ്ങളും എവിടെ? ഹാ, പേടിക്കണ്ട, ഞാൻ കൊന്നിട്ടൊന്നുമില്ല. നിങ്ങളുടെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന. അയ്യോ, എന്റെ അച്ഛൻ എവിടെയാ? ഹോസ്പിറ്റലിലാ. എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവന്തിക ചെയ്ത ക്രൂരകൃത്യങ്ങൾ അക്കമിട്ട് നിരത്താൻ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ കയറി വരുമെന്ന്. അതല്ലേ ഈ വീട്ടിലെ സെക്യൂരിറ്റി വരെ ഒഴിവാക്കി കതകും തുറന്നിട്ട് ഞാനിവിടെ കാത്തിരുന്നത്. അതെ, ഇപ്പോഴും നിങ്ങൾക്ക് ശരിക്കും കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി. നീ എന്നെ ട്രാപ്പിലാക്കി ഇവിടേക്ക് കൊണ്ടുവന്നെന്നുള്ളത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ. ഞാൻ വന്നതുപോലെ തന്നെ തിരികെ പോവും. ഇനി പഴയതുപോലെ നിനക്കെന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അവന്തിക. എന്റെ അച്ഛനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. എന്റെ അച്ഛന്റെ മുന്നിൽ ഈ വീട്ടുമുറ്റത്തിട്ട് നിന്നെ കൊല്ലുന്നൊരു സ്വപ്നമുണ്ട് എനിക്ക്. അതിന്ന് നടന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ അത് ചെയ്തിട്ടേ ഈ നന്ദൻ ഇനി വേറെന്തെങ്കിലും ചെയ്യൂ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഈ കൈ കൊണ്ട് തന്നെയാ നിന്റെ മരണവും. നിന്നെ ഇവിടേക്ക് പിടിച്ചു കെട്ടിയ ഈ കൈ തന്നെയാണ് നിന്നെ കൊന്നതിനുള്ള വിലങ്ങണിയാൻ പോകുന്നത്. അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണ്. ഇത്രയും നാളും പുറം ലോകം കാണാതെ കിടന്നതിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാ ഇതൊക്കെ. പിന്നെ താലി കെട്ടിയ വിശേഷമൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അന്നേ വിലങ്ങ് വീഴുമായിരുന്നു. നിയമവും കോടതിയും നിങ്ങളുടെ സ്വാധീനത്തിൽ ഒരു ചുക്കും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാ എഴുതിയ പെറ്റീഷൻ കീറിക്കളഞ്ഞിട്ട് നിനക്കൊക്കെ വധശിക്ഷ വിധിച്ച് ഞാൻ തന്നെ കൊലക്കയറുമായിട്ട് ഇറങ്ങിയത്. നിന്റെ തെറ്റിദ്ധാരണകൾ അവധിയായെല്ലാം അല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതായല്ല. കരഞ്ഞു തളർന്ന എന്റെ മുന്നിൽ നിങ്ങൾ വന്ന് നിന്നപ്പോ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീര് കാരണം അവ്യക്തമായിരുന്നു നിങ്ങളുടെ ഈ മുഖം. കുറേ ദിവസം കഴിഞ്ഞ് അനാഥരായ 2 പെൺകുട്ടികളിൽ മൂത്തവൾക്ക് ഒരു ജീവിതം പാരിതോഷികമായി തരാൻ വന്നപ്പോഴാ ഈ മുഖം ഞാൻ ആദ്യമായി വ്യക്തമായിട്ട് കാണുന്നത്. നെല്ലിശ്ശേരി സേതുമാധവന്റെയും മകൻ നന്ദകുമാറിന്റെയും നല്ല മനസ്സിന് നാട്ടുകാർ വാഴ്ത്തുപാട്ട് പാടിയപ്പോ എനിക്കറിയാമായിരുന്നു ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ് നിങ്ങൾ എനിക്ക് നേരെ നീട്ടിയ താലിയെന്ന്. അന്ന് ഞാൻ ഈ വിവാഹത്തിന് മൗനാനുവാദം തന്നത് നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്ന് ഈ കുടുംബം നശിപ്പിക്കാൻ തന്നെയാ. ഇവിടെ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഭർത്താവിന്റെ ദീർഘായുസിനായി പ്രാർത്ഥിച്ച് തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭാര്യയായിരുന്നു നിങ്ങൾക്ക് ആവശ്യമെന്ന്. പക്ഷേ അവന്തികയുടെ ലോകം വലുതായിരുന്നു. നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വലുത്. ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കഴുത്തിൽ എത്രയോ ദിവസം ഞാൻ കത്തിവെച്ച് അളവെടുത്തിട്ടുണ്ടെന്നറിയാമോ? ഭർത്താവിന്റെ ജീവൻ കാലനിൽ നിന്ന് തിരിച്ചുപിടിച്ച സത്യവാന്റെ സാവിത്രി അല്ല ഞാൻ. എല്ലാറ്റിനെയും ഒരു ചിതയിൽ എരിച്ച്
അതിനു ചുറ്റും ആനന്ദ നൃത്തമാടുന്ന ചുടലയക്ഷിയുടെ വരമാണ് ഈ ജന്മത്ത് അവന്തികയ്ക്ക്. നിങ്ങളെന്താ നേരത്തെ പറഞ്ഞത്? നിങ്ങളെ ട്രാപ്പിലാക്കി എന്നുള്ളത് എന്റെ തെറ്റിദ്ധാരണയാണെന്നോ? എന്നാ കണ്ടോ. ഇപ്പൊ മനസ്സിലായോ ഈ അവന്തിക വിരിച്ച വലയിലേക്ക് നീയായിട്ട് കയറി വന്നതാണെന്ന്? അടങ്ങിക്കടാ അങ്ങോട്ട്. വിടാനല്ലേ പറഞ്ഞു? ഏയ് വിട്. കൊറേ വർഷം കൂടിയിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതല്ലേ, കുറച്ചു നേരം ഓർമ്മകളൊക്കെ ഒന്ന് അയവറക്കട്ടെ. അങ്കിളിനോട് സംസാരിച്ചോ? സംസാരിച്ചു ഡോക്ടർ. ഇപ്പൊ അങ്കിളിന് വലിയ പ്രശ്നമൊന്നുമില്ല. നാളെ ICUവിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നാ ഡോക്ടർ വിനയചന്ദ്രൻ പറഞ്ഞത്. പിന്നെ മരുന്നിനേക്കാളൊക്കെ പ്രയോജനം ചെയ്യുന്നത് നമ്മളൊക്കെ അദ്ദേഹത്തിനെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാ. അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. മരുന്നിനേക്കാൾ നല്ലത് സന്തോഷം കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാ. എല്ലാവരും ഉണ്ടല്ലോ. അങ്കിളിന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കിയാൽ മതി. നാളെ അങ്കിളിനെ വാർഡിലേക്ക് മാറ്റാം. വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഉടനെ ഡിസ്ചാർജും ചെയ്യാം. ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ. വാർഡിലേക്ക് മാറ്റുമ്പോ അച്ഛന് ഡ്രസ്സ് മാറ്റണ്ടേ? ഡ്രസ്സൊക്കെ വീട്ടിലാണല്ലോ. സന്ദീപേ, നീ വീട്ടിൽ ചെന്ന് അച്ഛന് മാറാനുള്ള ഡ്രസ്സ് എടുത്തിട്ടോ. സന്ദീപേ, ഞാൻ പോയിട്ട് വരാം. ഡ്രസ്സ് മാത്രമല്ല, അച്ഛന്റെ പഴയ സ്കാനിങ് റിപ്പോർട്ടും എടുക്കണം. മാത്രമല്ല സച്ചേട്ടന് മാറിയിടാൻ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ഞാൻ പോയി എല്ലാവരുടെയും ഡ്രസ്സ് എടുത്തോണ്ട് വരാം. അങ്ങനെ എല്ലാവരുടെയും ഡ്രസ്സൊന്നും വേണ്ട ഏട്ടത്തി. വാർഡിലേക്ക് മാറ്റുമ്പോ നമുക്കൊക്കെ വീട്ടിൽ പോയി വരാമല്ലോ. അല്ല, താൻ ഒറ്റയ്ക്കാണോ പോന്നെ? കാറും ഡ്രൈവറും ഉണ്ടല്ലോ. ഞാൻ പോയിട്ട് വേഗം വരാം. എന്തെല്ലാം പ്രതീക്ഷകളോടെ ഇവിടെ കയറി വന്നതാ. ഇപ്പതാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എന്റെ മുന്നിൽ നിൽക്കുന്നു. ഇന്നൊരു രാത്രി എത്ര നേരം വേണേലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. കാരണം ഇവിടേക്കിനി ഒരു തിരിച്ചുവരവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനെ വന്നാലും ദേഹി വിട്ടൊഴിഞ്ഞ ദേഹം മാത്രമേ ഇവിടേക്ക് കൊണ്ടുവരൂ.
ഞാനന്ന് പറഞ്ഞില്ലേ, വടവൃക്ഷം പോലുള്ള നിങ്ങളുടെ അച്ഛൻ വെട്ടിയിട്ട പോലെ ICUവിൽ കിടപ്പുണ്ട്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നിങ്ങളുടെ ചേതനയേറ്റ ശരീരം കൊണ്ടുപോണ്ടെന്ന കാര്യം മാത്രം ഇപ്പോഴും തീർച്ചയായിട്ടില്ല. ഇങ്ങനൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഈ വീടിനകത്തുണ്ടാവുമ്പോ അയാൾ ഇവിടെ ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ പറഞ്ഞു വിട്ടതാ അങ്ങോട്ടേക്ക്.